കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ക്രിസ്തീയ സ്നേഹത്തിലൂടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിത വിജയത്തിൻ്റെ താക്കോൽ. അധികാരം യഥാർത്ഥ യജമാനനായ കർത്താവിനാൽ വരുന്നതാകയാൽ നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായിരിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനിടയാക്കുമെന്ന രഹസ്യം വചനഭാഗം വെളിപ്പെടുത്തുന്നു. അടിമകളായ ദാസീദാസന്മാരായ ഗ്രഹഭൃത്യന്മാരുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയിൽ അടിമകളെയും അവരുടെ യജമാനന്മാരെയും ഉദ്ദേശിച്ചായിരുന്നു എഫേസ്യ ലേഖനം 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇന്ന് പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഏതുതരം ജോലി ചെയ്യുന്നവർക്കും അവരെ ഭരിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ദൈവരാജ്യത്തിൽ വസിക്കുന്ന എല്ലാ സത്യക്രിസ്ത്യാനികളും പാലിക്കേണ്ട ജീവിതചട്ടങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ദാസന്മാരുടെയും യജമാനന്മാരുടെയും എന്ന ഈ നിയമസംഹിതയിലുണ്ട്. അധികാരം കർത്താവിനാൽ വരുന്നുവെന്ന് ഓർത്തുകൊണ്ട് അവനവൻ്റെ കഴിവുകളെയും കഴിവുകേടുകളെയും കുറിച്ചുള്ള ശരിയായ അവബോധത്തോട് താഴ്മയോടും വിശ്വസ്തയോടും കൂടി ഭൗമിക യജമാനന്മാരെ സേവിക്കുന്നത് സ്വർഗീയ യജമാനനെ സേവിക്കുന്നതിൻ്റെ പ്രതീകമാണെന്നുള്ള ധാരണയോട് ചുമതലകൾ നിർവഹിക്കുവാനാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളായിരുന്ന ദാസന്മാരുടെ ഇടയിൽ ഈ പഠിപ്പിക്കലിന് പുതിയൊരർത്ഥവും ഭാവവും ലഭിച്ചു. ഈ ക്രിസ്തീയ മാതൃക ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും അനുവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ വിശ്വസ്തതയും കൃത്യനിഷ്ഠയും പാലിക്കുവാൻ സാധിക്കുകയും അതുമൂലം അല്പകാലമായോ വർഷങ്ങളായോ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന മേഖലകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും ആത്മീക ജീവിതത്തിലും ലൗകികമായ കർമ്മമേഖലകളിലും ഉയർച്ച നേടുവാനും സാധിക്കും. ക്രിസ്തീയ സ്നേഹവും അനുസരണവും വിശ്വസ്തതയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും മരുമകൾ അമ്മായിമ്മ പോരുകൾ ഉണ്ടാകാതിരിക്കുവാനും കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമായി തീരുവാനും സഹായിക്കും. ദൈവത്തെയും അധികാരികളെയും അനുസരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ നിയമം പരാതിയില്ലാതെ പാലിക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തും എന്നർത്ഥം. ക്രിസ്തുവിൻ്റെ സ്വഭാവവും ഗുണങ്ങളും പ്രാപിക്കുവാനും ജീവിത വ്യഗ്രതയും പൈശാചിക ബാധകൾ മാറുവാനും തിന്മകളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനുമായി അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ ബലമുള്ള കൈക്കീഴ്ത്താണിരിക്കാം. ഈ വചനഭാഗം നമുക്ക് പരിവർത്തനം വരുത്തി ക്രിസ്തീയ നന്മകൾ അനുഭവിക്കുവാൻ യോഗ്യരാക്കി തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.